ഞങ്ങൾ ഇപ്പൊ ഹോട്ടലിൽ എത്തിയതേ ഉള്ളൂ. ഒരു കാര്യം കാണിച്ചു തരാം. വാ, എന്താ എടുത്തോണ്ടിരിക്കുന്നുണ്ടോ? The much awaited ഈശ്വര ട്രോഫി. സമയം ഇപ്പൊ എത്രയും 2 മണി വന്ന് കേറിയുള്ളൂ. സന്തോഷം. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഒരുപാട് ഒരുപാട് സ്നേഹവും താങ്ക്സും പറയാനുണ്ട്. കാരണം വെച്ചാൽ ഒന്നും പറയാൻ പറ്റുന്നില്ല. ഒരുപാട് ഒരുപാട് സ്നേഹം. ശരിയുടെ കൂടെ നിന്നതിന് എല്ലാവർക്കും താങ്ക് യു. ഗുഡ് നൈറ്റ്. നമ്മുടെ അനുമോൾക്ക് BB ഹൗസിലെ ഏറ്റവും കൂടുതൽ ലാസ്റ്റ് മൊമെൻറ്റിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്നൊരു വ്യക്തിയായിരുന്നല്ലേ ലക്ഷ്മി. ഒരുപാട് ബുദ്ധിമുട്ടുകൾ തരണം ചെയ്തിട്ടാണ് അനുമോൾ ആ ഒരു സമയത്ത് ഫിനാലയുടെ തൊട്ട് മുൻപേ ഉള്ള വീക്കിൽ അവിടെ നിന്നത്. എല്ലാവരും കൂടെ ഒരു ചെന്നായി കൂട്ടത്തെ പോലെ ചെന്ന് ഇങ്ങനെ ഒരുമാതിരി കീറി പറിച്ച സമയത്ത് അനുമോൾക്ക് ഇത്രമേൽ മെൻ്റൽ സപ്പോർട്ട് കൊടുത്തൊരു വ്യക്തി. ശരിക്കും ആ ഒരു വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ അനുമോൾക്ക് ആ വീട്ടിൽ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അനുമോൾ ഇറങ്ങി ഓടിയാനെ. അത്രമേൽ ആക്രമിച്ച സമയത്ത് നമ്മൾ പറയാറില്ലേ, നമുക്ക് ഒരു കഷ്ടകാലം അല്ലെങ്കിൽ നമുക്കൊരു വിഷമം വരുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഒരാളെ അയക്കും, ഒരു ദൂതനെ അയക്കും എന്ന്. അതേപോലെ ദൈവം അനുമോൾക്ക് വേണ്ടി അയച്ചൊരു വ്യക്തിയെപ്പോലെ തോന്നി ലക്ഷ്മി. അപ്പോൾ ലക്ഷ്മിയുടെ ആ ഒരു സപ്പോർട്ട് ലാസ്റ്റ് മൊമെൻറ്റിലാണെങ്കിൽ പോലും ലക്ഷ്മിയുടെ ആ ഒരു സപ്പോർട്ട് അനുമോൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്തിട്ടുണ്ട്. അനുമോളുടെ ആ കപ്പ് അത് മറ്റാർക്കും കൊടുക്കാൻ അർഹതപ്പെടുന്നതല്ല, അത് അനുമോൾക്ക് തന്നെ കിട്ടേണ്ടതാണ്. പലരും ഇപ്പോൾ പുറത്ത് പറയുന്നുണ്ട് PR എന്ന്. പക്ഷെ ഒരിക്കലും അല്ല. PR എന്ന ഒരു കാര്യമേ അല്ല അനുമോൾക്ക് ഇതിൻ്റെ ഒരു സപ്പോർട്ട്. അനുമോൾക്ക് ജനങ്ങൾ കൊടുത്ത സപ്പോർട്ടാണ്. ലാസ്റ്റ് മിനിറ്റ് അനുമോളുടെ ഏറ്റവും നല്ല PR ആയിട്ട് പ്രവർത്തിച്ച ശൈത്യ, ബിൻസി, അതേപോലെ സരിക, ആദില, നൂറ, ഇത്രയും പേർക്കൊരു ബിഗ് സല്യൂട്ട്. കാരണം അനീഷേട്ടൻ്റെ കയ്യിലോട്ട് പോകാൻ പാകമായി പെട്ടിരുന്ന ഒരു കപ്പാണത് ഏതെങ്കിലും രീതിയിൽ. കാരണം അനുമോളുടെ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ അനീഷേട്ടനെ സംബന്ധിച്ച് അവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും സപ്പോർട്ടുണ്ട്. ഒരുവിധം 1-2 ആൾക്കാരുടെ ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും സപ്പോർട്ടുണ്ട്. ആ ഒരു ടൈമിൽ ആ കപ്പ് അനീഷേട്ടൻ്റെ കയ്യിൽ പോകാതെ അനുമോളുടെ കയ്യിൽ തന്നെ മേടിച്ചു കൊടുത്തതിന് ഈ പറഞ്ഞ വ്യക്തികൾക്കൊക്കെ വലിയ 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 പങ്കുണ്ട്. അപ്പം ആഫ്റ്റർ ബിഗ് ബോസ് പാർട്ടി, അങ്ങനെ പാർട്ടിയൊക്കെ ഉണ്ടാവും ഇവർക്ക്. ഒരു ബിഗ് ബോസ് കഴിയുന്ന ടൈമിൽ ഭയങ്കര അടിപൊളി പാർട്ടിയൊക്കെ ഉണ്ടാവും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അനുമോൾ ലക്ഷ്മിയുടെ റൂമിലായിരുന്നു സ്റ്റേ ചെയ്തിരുന്നത്. അവർ ഒരുമിച്ചായിരുന്നു. ബിക്കോസ് വേറെ ആർക്കും ഇട്ട് കൊടുക്കാതെ ലക്ഷ്മി പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയതാണെന്ന് തോന്നുന്നു. കാരണം ഇപ്പം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആരെങ്കിലുമൊക്കെ തുടങ്ങിയാലോ ഇതിന് കളിയാക്കലുകളും കാണും. നിനക്കിത് കിട്ടിയത് നീ അർഹതപ്പെടുന്നില്ല, നീ ഇത് ഡിസേർവിങ് അല്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പം അതിനൊക്കെ തടയാൻ വേണ്ടിയിട്ട് ലക്ഷ്മിയുടെ റൂമിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് ചെയ്ത് കൊടുത്തതായിരിക്കാം. ലക്ഷ്മിയുടെ റൂമിലായിരിക്കാം അനുമോൾക്ക് കൊടുത്തത്, മനഃപൂർവ്വം ചെയ്തതായിരിക്കാം.